ഇതിപ്പോ സോഷ്യൽ മീഡിയയുടെ കാലം കൂടിയാണ് വീണ. അപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള സൈബർ ബുള്ളിങ് ഒക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാവർക്കെതിരെ അതിപ്പോ ആൺപെണ്ണ് വ്യത്യാസമൊന്നുമില്ല സൈബർ ബുള്ളിങ്ങിനും സോഷ്യൽ മീഡിയ അറ്റാക്കുകൾക്കും. പക്ഷേ സ്ത്രീകളാകുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്തൊരു കടന്നു വരാറുള്ളത് എപ്പോഴും ഒരു ക്യാരക്ടർ അസാസിനേഷനാണ്. പലപ്പോഴും നമ്മുടെ സ്ത്രീകൾക്കൊന്നും അത് നേരിടാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെയുള്ളൊക്കെ അവസരങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകൾ മുന്നോട്ട് പോവുക സധൈര്യം എന്ന്? വീണയൊക്കെ ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ കഴിഞ്ഞു വന്ന ഒരാൾ കൂടി എന്ന രീതിയിലാണ്. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ ചിന്ത പാർട്ടിയിലെ റെപ്രസെൻറ്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം, അതായത് ഞാനിപ്പോൾ ഓർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിജിയുടെ എൻ്റെ ബൂത്ത് എൻ്റെ അഭിമാനം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ബൂത്തിലും ബൂത്ത് വൈസ് പ്രസിഡന്റുമാരെ വനിതകളാക്കിയിട്ട് നമ്മളൊരു മഹാസമ്മേളനം കൊച്ചിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സ്റ്റെപ്പ് ബൂത്ത് ലെവലിൽ മുതൽ KPCC തലത്തിൽ, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ കോൺഗ്രസും വളരെ സജീവമായിട്ട് നടത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു വിഷമം ഇവിടെ പങ്കുവെക്കുകയാണ്. അതായത് നമ്മുടെ ഞാൻ ഒട്ടും പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഇപ്പം ഈ സൈബർ ബുള്ളിങ്ങിന് ഏറ്റവും അധികം ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ 2021 ഒരു അഭിപ്രായം PR ഇപ്പം സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ PR എക്സസൈസിനെ കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരു കേസ് എടുത്തു. ആ കേസ് ഹൈക്കോടതിയിൽ പോയി ക്വാഷൻ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഗവൺമെൻറ് തന്നെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു എന്താ പറയുക, സ്റ്റേറ്റിൻ്റെ ഒരു ഓവർ പവർ ഒരു ഇൻഡിവിജ്വലിന് മേൽ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത്, അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ എങ്ങനെയാണ് കേർട്ടയിൽ ചെയ്യുക എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് സ്റ്റേറ്റ് കാണിക്കുമ്പോൾ ഹൈക്കോടതി അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും സ്റ്റേറ്റ് തന്നെ കേസ് വിഡ്രോ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഭയങ്കരമായൊരു സൈബർ ബുള്ളിങ് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ വനിതാ കമ്മീഷനിലടക്കം കേസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ നാളെ ഇത്രയുമായിട്ടും 2021 ഇപ്പോൾ ഏകദേശം 5 വർഷം കഴിയുന്നു. ഇതുവരെയായും കൃത്യമായി നമ്മൾ എന്താ പറയുക, ചില ആളുകളുടെ പരാതികളിൽ കൃത്യമായിട്ട് കണ്ണും ചെവിയും തുറന്നു വയ്ക്കുകയും മറ്റ് ചില ആളുകളുടെ പരാതികൾ കാതടച്ചത് കണ്ടിട്ടില്ല കേട്ടില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സ്ത്രീകൾക്ക് ജസ്റ്റിസ് എൻഷുർ ചെയ്യേണ്ട ബോഡീസ് തന്നെ, ക്വാസി ജുഡീഷ്യൽ ബോഡീസ് തന്നെ നിൽക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഇപ്പം ഞാൻ ഒട്ടും പൊളിറ്റിക്കലായിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം എറണാകുളത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വനിതാ നേതാവ് പരാതി കൊടുക്കുമ്പോൾ ഉടനെ തന്നെ അത് കേസെടുക്കുന്നു, അവരെ വിളിപ്പിക്കുന്നു, അവരെ കേൾക്കുന്നു, അത് ഭയങ്കരമായി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നു. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ കൊടുക്കുന്ന കേസ്, ഞാൻ 1-2 പരാതിയൊന്നും അല്ല, നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. അത് വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്, സൈബർ കേസുകളായിട്ടല്ലാതെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനും തന്നെ ഒരു റിസൾട്ട് ഇല്ലാതെ പോകുന്നത് സങ്കടകരം. ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, സ്ത്രീകൾക്ക് കിട്ടേണ്ട ഒരു നീതി അത് സ്ത്രീകൾക്ക് ഉറപ്പാക്കാൻ സ്റ്റേറ്റിന് സാധിക്കണം. ഇവർക്ക് വേണ്ടി എംപവർ ചെയ്തിട്ടുള്ള ക്വാസി ജുഡീഷ്യൽ ബോഡീസിന് സാധിക്കണം എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ